അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഡാമേജുകൾ ഉണ്ടായി. ഉദയ്ദ് ബേസിൽ നടന്ന ആക്രമണം വലിയൊരു ഡാമേജ് ഉണ്ടാക്കിയ ആക്രമണം ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ നേരത്തെ അൽ ജസീറയെ കോട്ട് ചെയ്ത് പറഞ്ഞതുപോലെ ഇതൊരു സിംബോളിക് ആക്ട് മാത്രമാണ്. ഇതൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഇറാൻ ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അതിൻ്റെ ഗൾഫിലെ വിവിധ ഖത്തറിൽ, ബഹ്റൈനിൽ, സൗദി അറേബ്യയിൽ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് പ്രധാനമായും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ളത്. അപ്പോൾ ഇറാനെതിരായ ഒരു തിരിച്ചടി അമേരിക്ക നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. അതിന് ഗൾഫ് രാജ്യങ്ങൾ അനുവാദം നൽകുമോ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകുക എന്ന അതിസങ്കീർണമായ സംഗതിയിലേക്കായിരിക്കും കടക്കുക. അതിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു സന്ദേശം നൽകുക, നിങ്ങളുടെ സുഹൃത്തായുള്ള അമേരിക്കയ്ക്ക് ഒരു സന്ദേശം നൽകാൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക എന്നതായിരിക്കും ഇറാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ നെഗോഷിയേഷൻ ഇതിനകത്ത് നടക്കും. വലിയൊരു എസ്കലേഷനിലേക്ക് ഇത് പോകും എന്നെനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധ്യമല്ല. എന്തായാലും ഇവിടെ അമേരിക്കയെ കൂടി കളത്തിലേക്ക് ഇറക്കുക എന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം അത് ഫലം കണ്ടു കഴിഞ്ഞു അല്ലേ? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കൂ, നേരത്തെ ഇറാഖ് യുദ്ധം നടന്നത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇറാനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണോ പ്രചരിപ്പിച്ചത്, ഇറാനിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഇറാനെതിരായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. യഥാർത്ഥത്തിൽ 30 വർഷം മുമ്പ് നെതന്യാഹു പറയാൻ തുടങ്ങിയതാണ് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഗതി ഇതേപോലെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിൻ്റെ കൈവശമുണ്ട് എന്നൊരു പ്രചാരണം നടത്തി. അങ്ങനെയാണ് ഇറാഖിനെ ആക്രമിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്ന് ആ രാജ്യത്തെ ആകെ നശിപ്പിച്ച് കളയുന്നത്. സമാനമായൊരു കാര്യം ഇറാനെതിരെ നടത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. പക്ഷേ നിലവിലത്തെ ഒരു അമേരിക്കൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് പഴയതുപോലെയല്ല, അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ പഴയതുപോലെയല്ല. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു വിചാരം അമേരിക്കൻ പബ്ലിക്കിനകത്ത് വലിയ തോതിലുണ്ട്, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുമുണ്ട്. എന്ന് മാത്രമല്ല ട്രംപ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം എന്താണ്? നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? വേറെ കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുക. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ, മാഗ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ട്രംപ് ജനങ്ങളെ സമീപിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ വീണ്ടും നമുക്ക് ഒരു താല്പര്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാട് അവർക്കുണ്ട്. അതേസമയം തന്നെ അമേരിക്കയിലെ ഈ പറയുന്ന സയനിസ്റ്റ് ലോബി, ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന അത് വളരെ വളരെ ശക്തമായിട്ടുള്ളതാണ്. അതിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഈ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രണ്ടിനും ഇടയിലുള്ള ഒരു ട്രിപ്പീസ് കളിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് കളിക്കുന്നത്. അപ്പോൾ ഈ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചുള്ള ആശയം, മുദ്രാവാക്യം അതിൻ്റെ കൂടെ നിൽക്കണം. അദ്ദേഹത്തിൻ്റെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് അതിശക്തമായി വിദേശത്തുള്ള സൈനിക ഇടപെടലുകൾ എതിർക്കുന്ന ആളാണ്. അതേസമയം ഈ സയനിസ്റ്റ് ലോബി, ഇസ്രായേൽ ലോബി അവരുടെ സമ്മർദ്ദങ്ങളും കാണണം. ഇതിനിടയിലുള്ള ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ടോക്കൺ അറ്റാക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇറാനിൽ നടത്തിയ ആക്രമണത്തെയും കാണേണ്ടത്. വലിയ തോതിൽ ഇറാന് നാശം വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഏതാണ്ട് എല്ലാ നിഗമനങ്ങളും കാണാൻ പറ്റുന്നത്. എന്ന് മാത്രമല്ല, ഈ ആണവ കേന്ദ്രങ്ങളിൽ ഇവർ ഈ പറയുന്നത് പോലെയുള്ള ആക്രമണം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ആണവ വികിരണം ആ പ്രദേശത്ത് മാത്രമല്ല വലിയൊരു ജിയോഗ്രഫിയിൽ സംഭവിക്കേണ്ടതാണ്. അത് സംഭവിച്ചിട്ടില്ല. ചില ടർക്കിഷ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇറാൻ അവരുടെ ഈ ന്യൂക്ലിയർ അസറ്റുകൾ, ഈ കേന്ദ്രങ്ങളിലെ ന്യൂക്ലിയർ അസറ്റുകളൊക്കെ വളരെ നേരത്തെ തന്നെ റീലൊക്കേറ്റ് ചെയ്തിരുന്നു, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു എന്നാണ്. അതും നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാൻ ഏതോ അർത്ഥത്തിലുള്ള ഒരു മുന്നറിവ് ഈ ആക്രമണത്തെക്കുറിച്ച് ലഭിച്ചിരുന്നു. ചില ഇന്റർലോക്യൂറ്റേഴ്സ് മുഖേന അമേരിക്കൻ ഭരണകൂടം തന്നെ ഇറാനെ അത് അറിയിച്ചിരുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. അത് പ്രധാനമായും വരുന്നത് ടർക്കിഷ് മീഡിയയിലാണെന്ന് കൂടെ നമ്മൾ കാണണം. ടർക്കിഷ് പ്രസിഡന്റും ഈ ഡൊണാൾഡ് ട്രംപും തമ്മിൽ വ്യക്തിപരമായി വളരെ സൗഹൃദമുള്ള ആളുകളാണെന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അമേരിക്കയും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇസ്രായേലി ലോബിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ടോക്കൺ അറ്റാക്ക് ആയിരിക്കാം അത്. പക്ഷേ അതേസമയം അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പ്രൈഡിനെ ബ്രീച്ച് ചെയ്യുന്ന, അവരുടെ പ്രൈഡിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് വരുന്നത് ഇറാനിലെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടാണ്. അവരുടെ ജനതയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിലേക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടോക്കൺ അറ്റാക്കുകളാണെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്.